പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തേർഡ് സെമസ്റ്റർ ബികോം BBA പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്. അതിന്റെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. 5 മാർക്കിനെയും 10 മാർക്കിനെയും വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളായിരിക്കും നാളെ വരാൻ സാധ്യതയുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് സൈമൾട്ടേനിയസ് ഇക്വേഷന്റെ പ്രോബ്ലം, എങ്ങനെ 3 അൺനോൺ ഉള്ള ഒരു പ്രോബ്ലം 10 മാർക്കിന് വരാനുള്ള സാധ്യത ഉള്ള ഒന്നാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പ്രോബ്ലം 5 മാർക്കിനാണ് പ്രതീക്ഷിക്കേണ്ടത്. മെട്രിക്സ് ഡിറ്റർമിനന്റ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് 5 മാർക്കിന്, ചിലപ്പോൾ മെട്രിക്സ് ഡിറ്റർമിനൻസ് കാണാനും 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ്. മൈനർ, കോഫാക്ടർ, അഡ്ജോയിന്റ് ആൻഡ് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ്, ഇത് പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിട്ട് ഇൻവേഴ്സ് കാണാനൊക്കെ വരും. അങ്ങനെയാണ് മൈനർ അറിയണം, കോഫാക്ടർ അറിയണം, അഡ്ജോയിന്റ് അറിയണം. മെട്രിക്സ് ഓപ്പറേഷൻ പ്രോബ്ലം, മെട്രിക്സ് ഓപ്പറേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു എ എന്ന മെട്രിക്സ് എന്നുണ്ടാവും, ബി എന്ന മെട്രിക്സ് എന്നുണ്ടാവും. എന്നിട്ട് എന്താവും 3a മൈനസ് 4b, ഇങ്ങനെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, a പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ഈക്വൽ ടു ബി പ്ലസ് എ, പ്രൂവ് ഇറ്റ്. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ആ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അതിന് മെട്രിക്സ് ഓപ്പറേഷൻ നമുക്ക് അറിയേണ്ടതുണ്ട്. പിന്നെ ക്രാമേഴ്സ് റൂളിന്റെ പ്രോബ്ലം, ഇത് ഏകദേശം സാധ്യതയുള്ള ഒരു 99% സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ പ്രോബ്ലം, ജോമെട്രിക് പ്രോഗ്രഷന്റെ പ്രോബ്ലം, സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേഷൻ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേഷൻ, പ്രോബ്ലം ഫ്രം മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആൻഡ് സെൻട്രൽ ടെൻഡൻസി, SD, QD, MD, മീൻ, മീഡിയൻ, മോഡ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. 5 മാർക്കിനും 10 മാർക്കിനും ഇതിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ വരാം. ഈ പറയുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ. സ്ക്യൂനെസ്സുമായി ബന്ധപ്പെട്ട ഒരു തിയറി ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം. അങ്ങനെ നമുക്ക് മീനും മോഡും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയെങ്കിൽ സ്ക്യൂനെസ് കാണാൻ വളരെ ഈസിയാണ്. ഇതിന്റെ ഈ സാധനത്തിന്റെ ഒക്കെ റിലേറ്റീവ് മെഷർമെന്റ് നമ്മൾ പഠിച്ചിരിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ എന്താണ് കോഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, ക്യൂഡിന്റെ കോഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, MDന്റെ കോഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ. ഇനി ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ടൈപ്സ് ഓഫ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, 4 മെഷർമെന്റ് ഓഫ് ഡിസ്പെർഷൻ അതിൽ എഴുതണം. അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും ഉഷാറായിട്ട് പരീക്ഷ ചെയ്ത്. ഓക്കെ, താങ്ക് യു.